യുഎസിന്റെ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് ചുമതലയേൽക്കുകയാണ്. ഇന്ത്യൻ സമയം രാത്രി 10:30 ഈസ്റ്റേൺ സമയം ഉച്ചയ്ക്ക് 12-നായിരിക്കും വാഷിംഗ്ടണിൽ സ്ഥാനാരോഹണ ചടങ്ങ് ആരംഭിക്കുന്നത്. അതിശൈത്യമായതിനാൽ ചടങ്ങുകൾ ക്യാപിറ്റോൾ മന്ദിരത്തിന്റെ ഉള്ളിലാണ് പ്രധാനമായും നടക്കുന്നത്. അമേരിക്കൻ കോൺഗ്രസ് ചേരുന്ന ക്യാപിറ്റോളിന് മുന്നിലെ തുറസായ സ്ഥലത്തായിരിക്കും സാധാരണ ഈ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ നടത്താറുള്ളത്. 1985-ൽ റൊണാൾഡ് റീഗന്റെ സത്യപ്രതിജ്ഞ ക്യാപിറ്റോളിനുള്ളിലായിരുന്നു നടന്നത്. അതേസമയം സ്ഥാനാരോഹണ ആഘോഷം വിർജീനിയയിലെ ട്രംപ് നാഷണൽ ഗോൾഫ് ക്ലബ്ബിൽ നടത്തിയിരുന്നു. നിരവധി പ്രമുഖർ 500ഓളം പേർ വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇന്നലെ രാവിലെ വാഷിംഗ്ടണിലെത്തിയ ട്രംപ് ക്യാപിറ്റൽ വൺ അരീനയിൽ നടന്ന മേക്ക് അമേരിക്കൻ ഗ്രേറ്റ് അഗെയിൻ വിക്ടറി റാലിയിലും പങ്കെടുത്തു. ചടങ്ങുകൾക്ക് സാക്ഷിയാകുമെന്ന് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ട്രംപ് അധികാരത്തിലേറിയാലുള്ള പ്രധാനമായ 10 ഉത്തരവുകളാണ് നടപ്പിലാക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് അനധികൃത കുടിയേറ്റക്കാരുടെ നാടുകടത്തലായിരിക്കും. രണ്ടാമത്തെ ഉത്തരവ് ജന്മാവകാശ പൗരത്വം നിർത്തുന്നതായിരിക്കും. 3 ക്യാപിറ്റോൾ കലാപകാരികൾക്കുള്ള മാപ്പ്. അടുത്ത റഷ്യൻ യുക്രൈൻ യുദ്ധം പരിഹാരമായിരിക്കും. മെക്സിക്കോ കാനഡ ഇറക്കുമതി 25% നികുതിയും അദ്ദേഹം ഏർപ്പെടുത്തും. ട്രംപിന്റെ മറ്റൊരു നടപടി എന്നത് ഇലക്ട്രിക് വാഹന ഉൽപ്പാദനം കൂട്ടാനുള്ള ഉത്തരവ് റദ്ദാക്കുമെന്നതാണ്. കൂടാതെ എണ്ണ ഉൽപ്പാദനം കൂടുന്നത് ഉത്തരവ് അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. വനിതാ സ്പോർട്സിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് വിലക്കും ട്രംപ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം ട്രാൻസ്ജെൻഡറുകൾക്കുള്ള പരിചരണ പദ്ധതികൾ നിർത്തുമെന്നതാണ്. മറ്റൊരു ഉത്തരവ് വാഹന വ്യവസായം മെയ്ഡ് ഇൻ അമേരിക്കയാക്കും.